നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു ആമാശയം. സൂപ്പറല്ലേ? അതെല്ലാം ഇഷ്ടമാണെങ്കിലും പഴയ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകത എപ്പോ കേട്ടാലും പുതുമയല്ലേ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. MC ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി വൈക്കത്തപ്പൻ്റെ പൊന്നോമനയായ നമ്മുടെ പ്രിയങ്കരിയായ കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം വിജിക്കുട്ടി. ഹലോ, നമസ്കാരം. വിജിക്കുട്ടി എന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതാ എനിക്കും സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സൂപ്പർ അല്ലേ? പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്താണ്? പുതിയ JSK എന്നുള്ള സിനിമയിൽ പാടിയായിരുന്നു സുരേഷ് ഗോപി സാറിന്റെ. ഗിരീഷ് നാരായൺ സാർ സംഗീതം. മലയാളത്തിലെ ജ്യോതിഷ് ആണ്. 3 വർഷം പാടി മലയാളം, തമിഴ്, തെലുഗു. ഉടനെ റിലീസാകാൻ പാട്ട് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയ ഞാൻ കേട്ടിരുന്നു. അസലായിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 38 കൊല്ലത്തിനടുത്തായി അല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പോ? നല്ല സുഖമായിട്ട്, ഒരു വിഷയമില്ല. ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റിയില്ല. ഇപ്പൊ എല്ലാ ഭാഷകളും കവർ ചെയ്തിരുന്നോ? കവർ ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, സംസ്കൃതം. അപ്പൊ ഈ തെലുങ്കും തമിഴൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ഉച്ചാരണം പഠിക്കണതൊക്കെ എങ്ങനെയായിരുന്നു? അത് എന്റെ മെയിൻ പ്രൊഫഷണൽ കർണാട്ടിക് മ്യൂസിക്കാണ്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ എല്ലാ ഭാഷയിലും കൃതികൾ ഉള്ളത് കൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ല. ഈ ചെറുപ്പത്തില് എങ്ങനെയാണ് ഇതിലോട്ട് സംഗീതത്തിലോട്ട് വന്നത്? ഞാൻ 1.5 വയസ്സിൽ പാടുമായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലാണ്. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അച്ഛൻ 5 വർഷം വരെ ചെന്നൈയിലായിരുന്നു. എനിക്ക് 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു. അവിടെ അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് 1.5 വയസ്സിൽ പാടുമായിരുന്നു എന്ന് പറഞ്ഞു. 5-ാം വയസ്സിൽ വൈക്കത്ത് വന്നു. 1.5 വയസ്സ് തൊട്ടിട്ട് പാട്ട് ശ്രദ്ധിക്കാനും പാടാനും തുടങ്ങിയെന്ന് പറഞ്ഞു. സിനിമാ ഗാനങ്ങൾ ചിത്ര ചേച്ചിയുടെ, രാജാ സാറിന്റെ, MSV സാറിന്റെ ഒക്കെയാണ് കേട്ട് വളർന്നത്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ദേവരായ മാഷ, എല്ലാവരുടെയും കേൾക്കും. എല്ലാവരും ഇഷ്ടമാണ്. പഴയ പാട്ടിനോടാണല്ലോ കൂടുതലും. അതെ അതെ, ഒന്നുകൂടി എല്ലാം ഇഷ്ടമാണെങ്കിലും പഴയ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത എപ്പോ കേട്ടാലും ഒരു പുതുമയല്ലേ. 4.5 വയസ്സുള്ളപ്പോഴല്ലേ കച്ചേരിക്ക് അല്ലേ? അതെ, 5-ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. കച്ചേരി. അതെ, 4.5 വയസ്സില്. അതെ, 5 വയസ്സിലൊക്കെ. കച്ചേരി ഇപ്പൊ നേരത്തെ ഇഷ്ടമായിരുന്നോ കച്ചേരി? പ്രധാനം അതെ. ആദ്യം കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത്. ദാസേട്ടന്റെ, MS അമ്മ, ബാലമുരളി സാർ, ഒട്ടേറെ സംഗീത ആചാര്യന്മാരുടെ, ചെമ്പൈ സ്വാമികൾ, എല്ലാവരുടെയും കേൾക്കും. MD രാമനാഥ് സാർ, എല്ലാവരുടെയും കേൾക്കുമായിരുന്നു. ഈ സിനിമയിലേക്കും എങ്ങനെയാണ് വന്നത്? സിനിമാ രംഗത്ത് കൈപിടിച്ച് ഉയർത്തിയത് M ജയധീര സാറാണ്, കമൽ സാറുമാണ്. നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതെ അതെ അതെ. സാറ് ഒരു ദിവസം ഒരു ആത്മീയ യാത്ര എന്നുള്ള ഒരു ചാനലില് അമൃതവർഷിണി രാഗം പാടുന്ന കേട്ട് അപ്പോഴാണ് സാർ MS സുബ്ബലക്ഷ്മിയമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു. അപ്പോഴാണ് കമൽ സാർ ഒരു ചിത്രം, പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നു. ഇപ്പോൾ JC ഡാനിയൽ, അദ്ദേഹത്തിന്റെ ഡാനിയൽ സാറിന്റെ കഥയെ ആസ്പദമാക്കിയിട്ട് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രം, പഴയകാല ചിത്രം, അത് തന്നെ. അപ്പോഴാണ് ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അതൊരു ഭാഗ്യം, ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചു. കാറ്റേ കാറ്റ്. പിന്നെ നടൻ എന്നുള്ള ചിത്രത്തിൽ ഔസേബച്ച സാറിന്റെ സംഗീതം. വീണ്ടും കമൽ സാറിന്റെ ചിത്രമാണ് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയില്. അതിൽ സംസ്ഥാന അവാർഡും ലഭിച്ചു. എനിക്ക് തോന്നുന്നൊരു ഇപ്പൊ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ചിത്ര ചേച്ചിയുടെ ഇങ്ങനെ സൗണ്ടുകൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പേരുടെ സൗണ്ടുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അതൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ആരാ അത് പാടിയത് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ പാട്ട് കൊണ്ട് തന്നെ ഒരു വേറിട്ട ശബ്ദത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലേ, അത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്, ബ്ലെസ്സിങ് ആണ്. ആ പാട്ടൊന്നൊരു 4 വരി. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ,
ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞോ, ആകത്തെ നിറഞ്ഞോ. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. അതിപ്പോ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിർത്താൻ സത്യം പറഞ്ഞാൽ പറയാൻ തോന്നുന്നില്ല. താങ്ക് യു. മോള് പാടുമ്പോ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട, ചുമ്മാ അതങ്ങനെ കേട്ടിരുന്നാ മതി. തമിഴിലേക്ക് പിന്നെ എങ്ങനെയായിരുന്നു എൻട്രി? ഈ കാറ്റേ കാറ്റേ എന്നുള്ള സോങ്ങിന്റെ തമിഴ് വെർഷൻ പാടി ജയേന്ദ്ര സാർ തന്നെ പാടി. ഞാൻ ശ്രീരാമേട്ടൻ തന്നെ പാടിയായിരുന്നു. അപ്പൊ അതിലൂടെയാണ് തമിഴിലേക്കുള്ള എൻട്രി വന്നത്. പിന്നെ കുക്കു എന്നുള്ള ചിത്രത്തില് സന്തോഷ് നാരായൺ സാറിന്റെ മ്യൂസിക്കില് ഒരു പാട്ട് പാടി. പിന്നെ അതിനുശേഷമാണ് ഡി ഇമാൻ സാറിന്റെ 8 ചിത്രങ്ങളിൽ പാടാൻ പറ്റി. ഈ ബാഹുബലിയിലത്തെ പാട്ടും അല്ലേ? അതെ, ബാഹുബലി അങ്ങനെയാണ് വന്നത്. അതെങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? കാരണം അറിയായിരുന്നു അത് ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഹൈദരാബാദിൽ വെച്ചായിരുന്നു. കീരവാണി സാറൊക്കെ എല്ലാരും പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് പാടി കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, അതിന്റെ എല്ലാ ലാംഗ്വേജിലും പാടിയിട്ടുണ്ട്? മലയാളം, തമിഴ്, തെലുങ്കും മലയാളം തമിഴും എല്ലാം കൂടിയിട്ട് എല്ലാം പാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണോ പിന്നെ ബാക്കിയുള്ള? അതെ, നിറയെ പിന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു, പാടിക്കൊണ്ടേയിരിക്കുന്നു. ഗുരു കടാക്ഷം, ഈശ്വരാനുഗ്രഹം. അതെ 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 അതെ. എന്താ പറയാ, ഈ പാട്ട് മാത്രല്ല എനിക്ക് തോന്നുന്നു മിമിക്രിയിലും അല്ലേ ഒക്കെ ഭയങ്കര പാട്ട്. ഗായത്രി വീണ ഇൻസ്ട്രുമെന്റ്, പിന്നെ കീബോർഡ്, മൃദംഗം, തബല, കസു എന്ന റഷ്യൻ ഇൻസ്ട്രുമെന്റ്. കസു പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ശ്രേയാ ഘോഷാൽ സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് കണ്ടിരുന്നു. പിന്നെ അത് കാണാതിരിക്കോ ആ പാട്ട്? എനിക്ക് ഏതായത് കാത്തിരുന്നു. പിന്നെ മിമിക്രി ഇൻസ്ട്രുമെന്റ്സിലോട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രണയം എങ്ങനെയായിരുന്നു? അത് 15 വയസ്സുള്ളപ്പോഴാണ്. എന്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന്റെ പേര് വിനോദ് എന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു കളി വീണ നിർമ്മിച്ചു. കളിപ്പാട്ടങ്ങൾ പലതും നിർമ്മിക്കുമെങ്കിലും കളി വീണ ഒരു ടങ്കീസ് ഉപയോഗിച്ചൊക്കെ, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചൊക്കെ നിർമ്മിച്ചു. അദ്ദേഹം മീട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊന്ന് മീട്ടണമെന്ന് തോന്നി. അപ്പൊ ഞാൻ സപ്തസ്വരങ്ങൾ, അപ്പൊ അമ്മയോട് സ്പൂൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, അച്ഛനോട് അമ്മയോടൊക്കെ. സ്പൂൺ ഉപയോഗിച്ച് സപ്തസ്വരങ്ങൾ മുതൽ എല്ലാം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്ട്രുമെന്റ് കൊണ്ട് പ്രണയം വന്നു തുടങ്ങി. 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പൊ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. അതെ, ഇപ്പൊ ഞാൻ വായിക്കുന്ന അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. ഇതിൽ 6.5 മണിക്കൂർ വേൾഡ് റെക്കോർഡ് ലഭിച്ചായിരുന്നു, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഗിന്നസിലേക്കൊക്കെ കാൽവയ്പ് ആയി തുടങ്ങി അല്ലേ? അച്ഛൻ പാട്ട് എന്നിട്ട് പാടും തോന്നുന്നു. അച്ഛനും അമ്മയും പാടും. അച്ഛനും അമ്മയും പാടും. അച്ഛന്റെ പാട്ട് ഞാൻ എം ജി സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ കണ്ടിരുന്നു. പറയാൻ മേടാമല്ലേ? അതെ അതെ. അച്ഛൻ പാടി ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? അച്ഛനെ പാടി എല്ലാ പാട്ടും സൂപ്പർ അല്ലേ? വൈകി വരുന്നവർക്ക് മോക്ഷം, വൈക്കത്തപ്പന്റെ പാട്ട് പ്രധാനം. പിന്നെ ആരാരും ആരിരാരും എല്ലാം നല്ല രസവും. അമ്മയുടെ ആണേലും അതെ, അമ്പാടി തന്നിലൊരുണ്ണി, മഴമുകിലൊളി വർണ്ണൻ, കൂട്ടിനിളങ്കിളി, താമരക്കൊമ്പിളി, എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാറ്റക്കളി, ലൈല മജ്നുല, പിന്നെ ഊഞ്ഞാലെ പൊന്നൂഞ്ഞാലെ, മുത്തിയമ്മ മുട്ടയിട്ട്. ഇപ്പൊ ഒരു ഷൂട്ട് ഇല്ലാത്ത ദിവസമാണെങ്കിൽ, ഇപ്പൊ ഇന്നൊരു ഷൂട്ട് ഇല്ല, അപ്പൊ എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഫസ്റ്റ് രാവിലത്തെ ഒരു ദിനചര്യ? എങ്ങനെയാണ് പോണത്? എന്നിട്ട് പിന്നെ പാട്ടുകൾ കേൾക്കുക, റെക്കോർഡിങ്ങിൽ പാട്ട് പഠിക്കുക, പിന്നെ കഞ്ഞിയും കറിയും കളിക്കും. അതെയോ? പഴയ പരിപാടി. കഞ്ഞിയും കറിയും കളിക്കാൻ ഇഷ്ടമാണ് ഇപ്പോഴും. അതെ, അതിപ്പോ ചിലർക്ക് ചീപ്പാന്നൊക്കെ തോന്നും. ഇല്ല, തോന്നണവർക്ക് തോന്നിക്കോട്ടെ. അതെ അതെ, അതൊന്നും എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കളിക്കണ കളികളാണ്. സത്യം പറഞ്ഞാൽ മറന്നുപോയ കളികളാണ്. ഇപ്പൊ എല്ലാരും മൊബൈൽ ഫോണും അല്ലേ? ആരും പുറത്തു പോയിട്ട് കളിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ അലക്സ ഉണ്ട്. അലക്സോട് പറഞ്ഞോളൂ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? മീൻ ഇഷ്ടമാ. മീനും ചിക്കനും എല്ലാം കഴിക്കും. അതെ, എല്ലാ ഫുഡിനോടും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ജീവിതത്തിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കറേജ്, അത് എങ്ങനെയാണ്, സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാണ് മോൾക്ക്? അത് പണ്ടേ ഉള്ള ഭയങ്കര പോസിറ്റീവ് ആണ്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, എല്ലാരും പറഞ്ഞു തരും, കേട്ടുമൊക്കെ ഉള്ള അറിവാണ്. ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സായിട്ട്. ഇപ്പൊ എനിക്ക് തോന്നും ഈ അടുത്താണോ മൊറീഷ്യസിൽ പോയിട്ട്? മൗറീഷ്യസ് ഒരുപാട് ഭയങ്കര സംഭവം നടന്നല്ലോ അല്ലെ? 2023 പ്രസിഡന്റിന്റെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ. അതെന്തായിരുന്നു ആ ഒരു കഥ? നല്ല രസമായിരുന്നു. മൗറീഷ്യസിൽ പോലെ
12 സോങ്സ് പാടി മുരുകന്റെ. ബാംഗ്ലൂർ രമണിയമ്മാൾ മേഡം പാടിയ സോങ് റീമേക്ക് 12 പാടിയപ്പോൾ അങ്ങനെയാണ് അവിടെ വിളിച്ചത്. കതിർവേൽ സ്വർണം എന്ന് പറഞ്ഞ സാറാണ്, അദ്ദേഹമാണ് വിളിച്ചത്. എന്നിട്ട് അവര് ഭയങ്കര നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അല്ലേ അവിടുത്തെ പ്രസിഡന്റിന്റെ കൂടെ ഉള്ള ഒരു. എന്ത് രസമായിരുന്നു ആണല്ലേ. എല്ലാരും ആരതി ഒഴിഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുന്ന പോലെ എല്ലായിടത്തും അമ്പലങ്ങളും. എന്നെ സുഖമായിരുന്നു. നല്ല നല്ല സ്ഥലമാണോ മൊറീഷ്യസ്? ഇപ്പൊ ഗൾഫ് ഷോസ് ഒക്കെ പോവാണെങ്കിൽ തന്നെ അവിടെ ഏത് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ? അത് സ്വന്തം പാടിയ പാട്ടാണോ അതോ അല്ലാത്തതും പാടും കേട്ടോ? അല്ലാത്തത് വേറെ ലാംഗ്വേജും ഒക്കെ? വേറെ ലാംഗ്വേജിലും പാടും. ഡുവൈറ്റ് ആണ് പാടും. പാരഡി സോങ് കൊറേ അല്ലേ? പാരഡി സോങ്സ് സ്വന്തമായിട്ട് പാരഡി സോങ്സ് നടത്തിക്ക് തോന്നുന്നു ഞാൻ കേട്ടിരിക്കുന്നത്. കൊറോണ സോങ് അല്ലേ? അതെ അതെ. ഇപ്പൊ എല്ലായിടത്തും കൊറോണ ഉണ്ടല്ലോ. അത് കേട്ടായിരുന്നല്ലേ? ഞാൻ കേട്ടിരുന്നു സ്വന്തമായിട്ട്. ഇപ്പൊ പുതിയതായിട്ട് വല്ല പാരഡി സോങ്സും ഇപ്പൊ പുതിയതായിട്ട് വല്ല ഉണ്ടോ? പുതിയതും കുറെ ഉണ്ട്. ആമാശയം മറ്റേ സുധീർ ഏട്ടനെ കൂടുതൽ എനിക്കിഷ്ടം. സുധീർ പറവൂര് പുള്ളിയുടെയാണ് ഏറ്റവും ഇഷ്ടം. അതേതാണ് ഒരു പാരഡി സോങ്? ആമാശയം നേർത്തൊരു ചെറുകുടലിൻ, ശ്യാമാമ്പലത്തിന്റെ ചെറുകുടലിൻ ചാരേ വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു നമ്മൾ, തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു, നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു ആമാശയം. അയ്യോ, ഇപ്പൊ എന്താ പറയാ, അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അത് എങ്ങനെയാ അത് പാരഡി സോങ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ? ഞാൻ ഉണ്ടാക്കിയതല്ലേ, സുധീർ പറവൂരേട്ടന്റെ കേട്ട് പഠിക്കുന്നതാണ്. സ്വന്തമായിട്ട് കൊറോണ സമയത്ത് ഉണ്ടാക്കിയത് എന്തായിരുന്നു പാട്ട്? കൊറോണ സമയത്ത് ഞാൻ പാടിയതായിരുന്നു. കൊറോണ വന്നു കള്ളിയെ പോലെ, അതല്ലേ? ശ്വാസകോശത്തിനുമ്മ കൊടുത്തു കാമുകിയെ പോലെ, കൊറോണ വന്നു കള്ളിയെ പോലെ. അത് ഭയങ്കര എന്താ പറയാ, കേൾക്കുമ്പോ സത്യം പറഞ്ഞ കൊറോണ ഇപ്പൊ നമുക്ക് തിരിച്ച് ഫുള്ള് പോയിട്ടുമില്ല. ഇപ്പൊ തന്നെ നമ്മളെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കൊറോണയ്ക്ക്. ഇപ്പൊ തന്നെ ചുറ്റിപ്പറ്റി വിടാൻ താല്പര്യമില്ലാണ്ട് ഇങ്ങനെ നടക്കാണ്. ഈ ബർത്ത്ഡേ October 7th ബർത്ത്ഡേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ? മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ. ദാസേട്ടനൊക്കെ എന്തായിരുന്നു അന്ന് തന്നിരുന്നത്? ദാസേട്ടൻ വയലിൻ തന്നു. ജയറാമേട്ടനല്ലേ സിനിമ, അദ്ദേഹം വീണ തന്നു. ആലപ്പുഴയിലെ ജോസി ചേട്ടൻ കസു തന്നു. ആദ്യമായി കസു പരിചയപ്പെടുത്തിയത് ശരത്തേട്ടൻ. ശരസാറ് മൃദംഗമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ മൂഡായിരിക്കുമല്ലോ, ഓരോ പാട്ട് കേൾക്കണം എന്നുള്ളത്. അപ്പൊ മോള് ഏത് പാട്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പെട്ടെന്ന് കേൾക്കണം തോന്നി കഴിഞ്ഞാൽ സ്ട്രെസ് ഒക്കെ വരുന്ന നേരത്തെ ഏത് പാട്ടായിരിക്കും? ക്ലാസിക്കലാണ് കൂടുതലും പാടുക. മോഹനമൊക്കെ, മോഹനരാഗമൊക്കെ. അതെ 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 അതെ. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മ്യൂസിക് മ്യൂസിക് ഒരു ഹീലിംഗും കൂടെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും വന്നിട്ട് മോളത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് കേട്ടപ്പോ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കുഞ്ഞിന്റെ ആ സമയത്ത് കൊച്ചിന് അനക്കം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് അപ്പം ഒരു പാട്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങുവാനക്കൊണ്ട്. അപ്പൊ ഡോക്ടർ പാട്ട് വെച്ചപ്പോ കൊച്ചു അനങ്ങിന്ന് പറയുന്നിട്ട്. അങ്ങനെ ഇത് കേട്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്ക് തോന്നുന്നു JBM പാട്ടും അതുപോലെ തന്നെ അല്ലായിരുന്നു? എന്താ പറയാ, എല്ലാവർക്കും ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ? ഇപ്പൊ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഏതൊക്കെ, ഇപ്പൊ എല്ലാ ജോണറുള്ള പാട്ടുകളും പാടിയിട്ടുണ്ടല്ലോ അല്ലെ? പ്രധാനമായിട്ട് ക്ലാസിക്കൽ ഒരു വെറൈറ്റി പിടിക്കണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ക്ലാസിക്കൽ അപൂർവ രാഗങ്ങളിലൊക്കെ പിടിക്കണമെന്നുണ്ട്. അതൊക്കെ പിടിക്കണമെന്നുണ്ട്. ഇപ്പൊ ശരത് സാറിന്റെ കൂടെ പാടണം. വിദ്യാസാഗർജി, ഇളയരാജ സാർ, AR റഹ്മാൻ സാർ. ഈ ന്യൂ ജനറേഷൻ കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? അതും നല്ലതാ. എല്ലാരും പുലികളായി ആണോ? ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന പാട്ട് ഏതാണ്? എല്ലാ പാട്ടും ഇഷ്ടാട്ടാ. അങ്ങനെ ഒന്നുമില്ല, എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പുതിയതായിട്ട് പാട്ടിലേക്ക് വരുന്ന കുട്ടികളടുത്ത് എന്താണ് ഒരു അഡ്വൈസ് പറയാനുള്ളത്? കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഫീൽഡ് അല്ലല്ലോ. ചിലവർ ചിലപ്പോ എവിടെയെങ്കിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ പുതിയ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസ് ആണ് മോള് കൊടുക്കാനുള്ളത്? സംഗീതം ഒരു ഉപാസനയായിട്ട് എടുക്കുക, ഈ പിള്ളകളിയായിട്ട് എടുക്കാതെ
ഈ ചെറിയ നേരം പോക്കിന് വേണ്ടി പാട്ട് പഠിക്കും, തമാശക്ക് പാട്ട് പഠിക്കും, അത് പാടില്ല. പിന്നെ വെക്കേഷന് വേണ്ടി മാത്രം പഠിക്കാവുന്ന ഒന്നല്ല. സംഗീതം പഠിക്കുന്നവരും വിദ്യാഭ്യാസവും അതോടൊപ്പം ഓർമ്മശക്തിയൊക്കെ വർദ്ധിച്ചോളും, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ. ഓൺലൈനിൽ അല്ലാണ്ട് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതെ, ഗുരുമുഖേ വിദ്യ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് വളരെ തിരക്കുള്ള സമയത്താണ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തന്നത്. അപ്പൊ ഒന്നത് തൊണ്ടയ്ക്ക് ചെറിയൊരു കോൾഡും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും സരസ്വതി ദേവിയും വൈക്കത്തപ്പനും ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് സന്തോഷം. താങ്ക് യു MC ഡിജിറ്റൽ. എല്ലാവർക്കും നന്ദി. മീനാക്ഷി ചേച്ചി, താങ്ക് യു.